نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن ربك لبالمرصاد സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി ശുദ്ധമാക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. അല്ലാഹു തആല സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മിക്ക വീടുകളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നല്ല കുടുംബ സാഹചര്യത്തിലും അഭിമാനത്തിലുമൊക്കെ ജീവിക്കുന്ന വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമായ ഒരുപാട് ഭയപ്പാടിൻ്റെ അവസ്ഥ ഇന്ന് വീടുകളിൽ ഒരു നല്ല കുടുംബത്തിൻ്റെ എല്ലാം നഷ്ടമാകാൻ, മാനം പോകാൻ, ഒരു കുട്ടി പ്രശ്നമുണ്ടായാൽ മതി, ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ വല്ല അഫെയറുമായി
പ്രേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതല്ലെങ്കിൽ മറ്റു പല പീഡന കേസുകളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസോ, മോഷ്ടിക്കലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി കാരണം പിന്നെ വീട്ടിലൊക്കെ എല്ലാവർക്കൊരു ഭയമായി, ആ ഒരാൾക്ക്, ആ ഒരു കുടുംബത്തിന് നേരെ ഒരു കല്യാണത്തിന് പോലും, ഒരു സൽക്കാരത്തിന് പോലും പോകാൻ പോലും പ്രയാസമാകുന്ന ദുരന്തപൂർണമായ കാഴ്ച ഇന്ന് ധാരാളം വർദ്ധിക്കുന്നു. ഇവിടെയാണ് ഇതിനേക്കാളേറെ പ്രശ്നകലുഷിതമായ ജാഹിലിയ കാലഘട്ടം, അന്ന് കള്ളും വ്യഭിചാരവും കൊലപാതകവും വീറും വാശിയും പോരും നിസ്സാരമായ കാര്യത്തിനു വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ, അതേപോലെ ഒരു ഒട്ടകം ബോർഡർ മാറി വെള്ളം കുടിച്ചതിന്റെ പേരിൽ വരെ വാളെടുത്ത് ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ച് അന്നിന്റെ കാലത്ത് എല്ലാരിലും മുമ്പൊക്കെ മലപ്പുറത്തുള്ളവരൊക്കെ കയ്യിലൊരു അരയിലൊരു കത്തിയൊക്കെ തിരികെ വെച്ചതുപോലെ വാളും പരിചയമൊക്കെ എല്ലാവരും എടുത്തുണ്ടല്ലോ അന്ന്. ആ നാട്ടിലങ്ങനെയാണല്ലോ ആ കാലം. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഈ വാൾ ഊരി നോക്കിയിട്ട് അതിന്മേൽ ചോര കാണാഞ്ഞാൽ ഭർത്താവിനെ ചീത്ത പറഞ്ഞ് ഒരാളെങ്കിലും ശരിയാക്കാതെ എന്തിനാണ് പോകുന്നത് എന്നുവരെ ചോദിച്ച അത്രക്ക് അധപ്പതിച്ച ആ ഒരു അപമാനിതരായി പ്രശ്നകലുഷിതമായി കഴിഞ്ഞ അവിടേക്ക് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, നിരക്ഷരനായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാത്തി, വിശുദ്ധ ഖുർആന്റെ ആയത്ത് അവർക്കങ്ങനെ ഓതി കേൾപ്പിച്ചിട്ട് വയുസക്കിഹിം, അവരെ സംസ്കരിച്ചെടുത്ത് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്ത് വൈൻ കബുലു ലഫീ ലലാലിം, അതിന്റെ മുമ്പ് അവർ വ്യക്തമായ വഴികേടിൽ, ആ വ്യക്തമായ വഴികേടിന് ഏറ്റവും ഉന്നതരായ ആളുകളായി മാറിയത് അവരോടാദ്യം ലഹരി ഉപയോഗിക്കരുത് എന്നോ വ്യഭിചരിക്കരുത് എന്നോ അങ്ങനത്തെ ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രവുമല്ല, ലോകത്ത് ലഹരി നിർത്താനുള്ള മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ലഹരിയുടെ ആസക്തി കുറക്കാനും അതുമായി ബന്ധപ്പെട്ട് വിറയലും പ്രശ്നങ്ങളും ഫിക്സളകലുമൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് അത് മാറാനും അങ്ങനത്തെ ഒക്കെ മെഡിസിൻ ഉണ്ട് എന്നല്ലാതെ നിർത്താനുള്ളൊരു മരുന്ന് ലോകത്തില്ല. എന്നാൽ ലോകത്തിന് എന്നും ഓർക്കാൻ, അതെ, പടച്ചവനെപ്പറ്റി ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, പതിയിരുന്ന് പടച്ചവൻ വീക്ഷിക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സശ്രദ്ധം നിരീക്ഷിക്കുന്നവർ രേഖപ്പെടുത്താതെ ഒരു വാക്ക് ഉരുവിടില്ല എന്നുള്ള യഅലമു ഖായിനത്തൽ അഗ്യുനി വമാ തുഫി സുദൂർ, ഹൃദയത്തിൽ മറച്ചു വെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയും. ഇതെല്ലാം വവജദു മാ ഹമിലു ഹാലിറ, പരലോകത്ത് അതേപടി ഹാജരാക്കും. ഇതങ്ങട്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ പടച്ചവനാരാണ്, ആ റബ്ബിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും പരലോകം സത്യമാണെന്ന് അവരോട് ഇത്രയും അധാർമികതയിൽ, ഇത്രയും വൃത്തികേടിൽ ജീവിച്ച അവരോടങ്ങട്ട് പറഞ്ഞപ്പോ, അതെ, അതങ്ങട്ട് ബോധ്യപ്പെടുത്തിയപ്പോ അവരാരായി? എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഫലൻതുമുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ട താമസം അവർ അത്രക്ക് കുടിച്ച് തിമിർത്താടിയ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ അബ്കാരി കോൺട്രാക്ടറാണ്. ആ ബീപ്പകളെല്ലാം തച്ചുടച്ച് പുഴയൊഴുകിയ ചരിത്രം നമ്മൾ കേട്ടവരാണ്. അതെ, ആ കുടിച്ചവർ ഈ ആയത്ത് കേട്ടപ്പോഴേക്ക് വായിലേക്ക് കൈയിട്ട് കുടിച്ച കള്ള് ഛർദിച്ച് കളയുകയും എന്നിട്ട് ആ ഒഴുകുന്ന ആ മദ്യത്തിന്റെ അതിലൂടെ അവിടെ ഒരു മുന്തിരി, ആ വള്ളി, അതിമന്നിങ്ങനെ ഈ വീര്യം വലിച്ചെടുത്തതിന്റെ ആ ഒരു കായ അത് തിന്നാൻ പറ്റുമോ എന്നിവരെ ചോദിക്കുമാർ മാറിയവർ ജീവിതത്തിൽ ഒരൊറ്റ സാബിയും തിരിച്ച് മദ്യം കഴിച്ചതായിട്ട് ചരിത്രത്തിലില്ല. എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറളു അൻഹും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹനെയും തൃപ്തിപ്പെട്ടു എന്ന ആ ഒരു മാറ്റത്തിന് വിധേയമായ അത്രക്ക് മാറിയ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ. എന്നിട്ട് ഇന്നിന്റെ ഈ ഭീതിജനകമായ കുടുംബാന്തരീക്ഷം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കുടുങ്ങിയ ഒരാൾ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ഒക്കെ ധാരാളം നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഇവർക്ക് മോചിതമാകാൻ, ഇതിൽ കുടുങ്ങിയവർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ അത് പറയുമ്പോൾ, അവർക്കതിന് രക്ഷപ്പെടാനുള്ള വഴി പറയുമ്പോൾ അവർക്ക് പറയാനുള്ള എന്താ? തിരിച്ച് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്നാണ് മിക്കവർക്കും പറയാനുള്ളത്. അതായത് ഒരു തിന്മ സംഭവിച്ച ഒരാൾ, ആ തിന്മ സംഭവിച്ച ഒരാൾ പിന്നെ നന്മ ചെയ്യാതിരിക്കുക. ഒരാൾ എന്തെങ്കിലും ഉപയോഗിച്ചു പോയാൽ, എന്തെങ്കിലും അഫയറിൽ പെട്ടുപോയാൽ, പിന്നെ എന്തായി, എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ പിന്നെ അദ്ദേഹം, ആ ഒരു വ്യക്തി നന്മ ചെയ്യൽ ഒഴിവാക്കുക. ഒരു ലഹരി ഉപയോഗിച്ച ഒരാൾ നിസ്കാരം ഒഴിവാക്കുക, പിന്നെ നിസ്കരിക്കൂല, പിന്നെ വേറൊന്നുമില്ല, പിന്നെ ഇങ്ങനെ പെട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ, ഇനിയിപ്പോൾ എൻ്റെ അന്ത്യം എങ്ങനെ തന്നെ എന്നൽക്ക് ഇയാൾക്കൊരു രക്ഷയുണ്ട്, തൗബയുണ്ട്, ഖേദിച്ച് മടങ്ങാൻ, അതേ മോചിതമാകാനുള്ളൊരു അവസരമുണ്ട് എന്നത് അറിയാത്തവരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന, ഈ ഒരു അഫയറിലൊക്കെ പെട്ട് പ്രശ്നമാകുന്ന ആൾ. നമ്മൾ സാധാരണ മദ്യത്തിന് അടിമപ്പെട്ടു എന്നാ പറയാ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു എന്നാ പറയാ, മൊബൈലിന് അടിമപ്പെട്ടു എന്നാ പറയാ, പ്രേമത്തിന് അടിമപ്പെട്ടു. ഇതൊക്കെ അഡിഷനാണ്. ഈ അഡിഷന് മോചിതമാകാൻ വേണ്ടത്, അവർക്ക് അതിനൊക്കെ രക്ഷയുണ്ട്, തൗബയുണ്ട്, ഖേദിച്ച് മടങ്ങുന്നവർക്ക് ഏറ്റവും വലിയ മോചനമുണ്ട് എന്നത് അവർക്കറിയാത്തവരാണ് മിക്കവരും. അവരെ പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ബോധ്യപ്പെടുത്താൻ മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന നമ്മൾക്കൊക്കെ ബാധ്യതയുണ്ട്. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, ഒരു കിഡ്നി മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ വേണം. പലപ്പോഴും ബക്കറ്റൊക്കെ കാട്ടി പല നിലക്കും എല്ലാം തടഞ്ഞു നിർത്തി പിരിച്ച് അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ഒരു കിഡ്നി മാറ്റിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു ഗുണം ആ വ്യക്തിക്കാണ് ലഭിക്കുന്നത്. 10 വർഷമാണ് അതിൻ്റെ ഗ്യാരണ്ടി മാറ്റിവെച്ചാൽ. എന്നാൽ ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ, അവൻ മോചിതമായാൽ എത്ര പേർക്കാണ് അതിൻ്റെ സന്തോഷം? നമ്മളേറെ പണിയെടുക്കേണ്ടത് ഈ വിഷയത്തിലല്ലേ ഓരോരുത്തരും? മറ്റുള്ളതിനൊക്കെ സംഘം ചേർന്ന് പണിയെടുക്കുന്നേക്കാളേറെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി പണിയെടുക്കേണ്ട, അധ്വാനിക്കേണ്ട ഏറ്റവും വലിയൊരു മേഖലയല്ലേ യഥാർത്ഥത്തിൽ ഇതിന്ന് മോചിതമാക്കാനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഒരാൾ മാറിയാൽ, ഒരാൾ ലഹരിയിൽ നിന്ന് മോചിതമായാൽ എന്തൊരു സന്തോഷമായിരിക്കും ആർക്കൊക്കെ? അയാളെ മാതാപിതാക്കൾ, ആ മാറുന്ന വ്യക്തിയുടെ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കളുടെ ഏട്ടനനിയന്മാര്, അവരുടെ മക്കള്, ഇപ്പുറത്ത് ഭാര്യന്റെ മാതാപിതാക്കള്, ഭാര്യന്റെ കുടുംബങ്ങള്, ഇങ്ങനെ കൂട്ടിയാൽ 10, 40, 50 പേരെങ്കിലും ഒരാൾ മാറിയതിന്റെ സന്തോഷവും അതിന്റെ ആഹ്ലാദവും, അതേപോലെ അതിൻ്റെ ആ ദുഃഖത്തിൽ നിന്നുള്ള കണ്ണീരിൽ കരകയറുന്ന എത്രയെത്ര നന്മകൾ
ഉണ്ടാകും. ഒരു ചെറിയ എഫേർട്ട്, ഈ പറഞ്ഞ ലക്ഷങ്ങളൊന്നും മുടക്കേണ്ടതില്ലല്ലോ, ചെറിയൊരു എഫേർട്ട് കൊണ്ട് നമ്മളൊന്ന് പോയിട്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ, അതെ സുബൈക്കൊക്കെ അയാൾക്ക് അടുത്തേക്ക് ചെന്നാൽ, ഈ ലഹരിയൊക്കെ ബാധിച്ച സമയത്തല്ല, ഒരു ശാന്തമായ സമയത്ത് ഒന്ന് പോയി ഇരുന്ന് സംസാരിക്കുമ്പം അദ്ദേഹത്തിന് കണ്ണീര് വരും. എനിക്കും മാറണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കുടുങ്ങിപ്പോയതാണ്. അതെ, ഓരോ അവസ്ഥ പറഞ്ഞാൽ ഇത് അങ്ങളെ കുട്ടിന്റെ കല്യാണം വരെയായി, വരുന്നത് മുടങ്ങായി. അതേപോലെ നിങ്ങളെ മക്കൾ സ്കൂളിൽ നിന്ന് പഠിക്കാൻ പ്രയാസം, അവർക്ക് ടെൻഷൻ, ബേജാർ, അവർക്ക് കൗൺസിലർക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ചികിത്സ കൊടുക്കേണ്ട അവസ്ഥ, ഇങ്ങനത്തെ ഓരോന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ഇരുന്നാൽ നമുക്ക് സാധ്യമല്ലേ? അങ്ങനെ അയാളെ നേരിന്റെ പാതയിലേക്ക് നയിക്കാൻ. ഇനി എനിക്ക് മാറാൻ പ്രയാസാണ്, അടുത്ത നേരം കിട്ടാഞ്ഞാൽ എനിക്ക് വരും, പ്രശ്നം വരും എന്ന് പറയുന്നവർക്ക് അതിനുള്ള ഡി-അഡിക്ഷൻ സെന്ററും സംവിധാനങ്ങളും അവിടേക്ക് കൊണ്ടുപോയി അവരെ ചെറിയൊരു എഫേർട്ടോട്, ചെറിയൊരു പൈസ മുടക്കിക്കൊണ്ട് ചികിത്സിച്ച് അദ്ദേഹത്തെ ഭേദമാക്കിയാൽ ഇത്ര പേര് സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലേ? അതെ, അവർക്ക് പടച്ചവനും പരലോകവും ഒക്കെ ബോധ്യപ്പെട്ട് അങ്ങനെ അവർ മാറി വരുമ്പോൾ വലിയൊരു മാറ്റം. ഞാൻ ജോലി ചെയ്യുന്ന മൗലാന ഹോസ്പിറ്റലിലെ ഡി-അഡിക്ഷൻ സെന്ററിൽ അവിടെ ലഹരി ഉപയോഗിച്ച് വന്ന മൂന്ന് കുട്ടികൾ ഒരു ക്യാമ്പസിൽ നിന്ന് കൊണ്ടുവരികയാണ് ആ കുട്ടികള് അവിടെ നിന്ന് വരുന്ന എല്ലാവർക്കും നമ്മളൊരു വിശുദ്ധ ഖുർആന്റെ പരിഭാഷ നൽകാറുണ്ട്. ആ പരിഭാഷ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടിക്ക് ബോധോദയം വന്ന് ആ പരിഭാഷ വായിച്ച് 3 ആഴ്ച ആയപ്പോഴേക്ക് ആ പരിഭാഷ ഫുള്ള് വായിച്ചു തീർത്ത്, അങ്ങനെ ആ കുട്ടി മാറി ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ കുട്ടി പഠന കോഴ്സ് MLT കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ഇന്നും ഒരു മെമ്പറിൽ ഖുത്ബ പറയുന്ന ആളായിട്ട് ആ കുട്ടി മാറി. ഇംഗ്ലീഷിലൊക്കെ വലിയ നല്ല പ്രസംഗം നടത്തുന്ന ഒരു കുട്ടിയായി ആ കുട്ടി ഒരു അറബി കോളേജിലൊക്കെ പഠിച്ചാൽ ഉണ്ടാകുന്നേക്കാളേറെ എഫക്റ്റിലേക്ക് അത്ര പഠിച്ച് ഉഷാറായ ഒരു മകനായി ഈ കുട്ടി മാറക്ക്. അതോ ആ ഉപയോഗിച്ച സമയത്ത് ഇവർക്ക് നല്ല മൂടായപ്പോ, ഹോസ്റ്റലിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്, മൂടായപ്പം മൊബൈലിൽ ഇങ്ങനെ പകർത്തി പ്രിൻസിപ്പാൾക്കത് അയച്ചു കൊടുത്തു നല്ല മൂഡിൽ. എന്നിട്ട് ആ പ്രിൻസിപ്പാൾക്ക് അയച്ചു കൊടുത്ത മൊബൈലുള്ളതാണ് എനിക്ക് കാണിച്ചു തരുന്നത്, ഇങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ നിഷേധിക്കായിരുന്നു. പക്ഷെ മാറിയപ്പം ഇങ്ങനെ മാറാൻ അവർക്ക് സാധിക്കുന്ന മക്കളാണ്, അങ്ങനത്തെ ആളുകളാണ് ഇന്നും ഉപയോഗിച്ച് പലയിടത്തും ഒരു ജുമാക്ക് പോലും വരാതിരിക്കുന്ന എത്ര പേരുണ്ട്. പീഡികന്റെ പിന്നിൽ ഇപ്പോൾ നിൽക്കുന്നവരുണ്ട്. അതെ, പലയിടത്തും കറങ്ങിക്കളിക്കുന്നവരുണ്ട്. അഥവാ വെള്ളിയാഴ്ച ദിവസം ഉപയോഗിക്കാത്ത ചിലരുമുണ്ട്. കാരണം വെള്ളിയാഴ്ച ജുമാല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഉപയോഗിക്കാതെ അങ്ങനെ അന്ന് നിൽക്കുന്നവരുണ്ട്, കഴിഞ്ഞിട്ട് തുടങ്ങുന്നവരുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യത ഏറി വരികയാണ്. മാത്രമല്ല, ഈ ഒരു മാനസിക രോഗി വീട്ടിലുണ്ടായാൽ ഭയക്കുന്നതിനേക്കാൾ ഭയമാണ് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടായാൽ. അതെ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടായാൽ ഓർത്തുക്കുങ്ങൾ, അദ്ദേഹം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പം പേടിയാകുന്നു, ഭാര്യയ്ക്ക് കൂടെ കിടക്കാൻ പേടിയാകുന്നു, മക്കൾക്ക് ഭയമാകുന്നു. അങ്ങനെ നല്ല മൂഡിലയാൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ലൈറ്റൊക്കെ ഇടുമ്പോഴേക്ക് ഉമ്മക്കുപ്പക്കുപ്പുറത്തെ റൂമിൽ നിന്ന് പേടിയാകുന്നു, ഉറങ്ങാത്ത രാത്രികൾ. അതെ, അങ്ങനെ രാത്രി അയാൾ വീണ്ടും വണ്ടിയെടുത്ത് പോകുന്നു, ബൈക്കോ കാറോ എടുത്ത് പോകുന്നു. അപ്പോൾ അതിനേക്കാൾ ബേജാറ്, പുറത്തേക്ക് പോയാലും ബേജാറ്, ഇടിക്കോ പ്രശ്നമാകോ. ഇങ്ങനെ പേടിച്ചുരുകി കഴിയുന്ന എത്ര വീടുകളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഈ രംഗത്ത് നമ്മളേറെ ശ്രദ്ധാലുക്കളാകണം. ഇതിന്ന് ആളുകളെ മോചിതമാക്കുന്ന പ്രവർത്തനത്തിൽ, അതേ, അവരെ തോളിൽ കൈവച്ച് അവരെ നേരായ പാതയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. അതെ, നമ്മൾക്കേ അത് മാറ്റാൻ സാധ്യമാകൂ. അത്രക്ക് മോശമായ ആ സമുദായം അവർ മാറി ഏറ്റവും ഉന്നതരായിട്ടുണ്ടെങ്കിൽ ആ മാനദണ്ഡം നമ്മുടെ കൈകളിലേ ഉള്ളൂ. അതെ, റബ്ബ് കാണും, റബ്ബിൻ്റെ അടുത്ത് കണക്ക് പറയണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നതോടുകൂടി മാറാൻ സാധ്യമാകും.
എന്ത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്കും അയാൾക്ക് മോചിതമാകാൻ കഴിയുമെന്നത് വസ്തുതയാണ്. അയാൾക്ക് ബോധ്യപ്പെടണം. പടച്ചവനെ പറ്റി കൃത്യമായി അറിയണം. ബീജാണുവിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് അങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുന്ന റബ്ബ് ഓരോ ഘട്ടത്തിലും വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട അളവിലും തോതിലും നൽകിയ പടച്ചതമ്പുരാൻ, ആ റബ്ബിനെ പറ്റി ഇങ്ങോട്ട് ബോധ്യപ്പെടുമ്പോൾ, അതെ, അങ്ങനെ കൊണ്ടുവന്ന റബ്ബിന് നമ്മളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് രക്ഷയും ശിക്ഷയും നൽകാൻ സാധ്യമാകുമെന്ന് ബോധ്യമാകുന്നതോടുകൂടി അദ്ദേഹം തിരിച്ച് ചിന്തിക്കാനും നേരെയാവാനും കഴിയുമെന്നത് വസ്തുതയാണ്. അതുകൊണ്ട് അത്ര കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിന് മാത്രമേ സാധ്യമാകൂ, ഇസ്ലാമിന് മാത്രമേ കഴിയൂ. മറ്റ് പലയിടങ്ങളിലും മറ്റ് വേദങ്ങളിലുമൊക്കെ പലപ്പോഴും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടത് കാനായിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തതും ചില ദൈവത്തെ പ്രീതിപ്പെടുത്താനൊക്കെ മദ്യം വിളമ്പുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇസ്ലാമിൽ ഇത് പൂർണ്ണമായും നിരോധിച്ച, അതേ, ചെറിയ അളവിൽ നിഷിദ്ധമായത് വലിയ അളവിൽ നിഷിദ്ധമാണ്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല, പൂർണ്ണമായും മോചിതമാകണം എന്നത് അവർക്കങ്ങോട്ട് മനസ്സിലായാൽ, അതെ, തിരിച്ചു വരും. തൗബയുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കണം. എത്രത്തോളാണ് തൗബ? ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ. ഒരാൾ ആത്മാർത്ഥമായി അദ്ദേഹം മാറി തൗബ ചെയ്ത് നിലപാട് നന്നാക്കി നേരെ ചൊവ്വെ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം അള്ളാന്റെ അടുത്ത് യുബദ്ദിലുല്ലാഹു സയ്യാത്തി ഹസനാത്ത്. അദ്ദേഹം അത്ര കാലം ചെയ്ത തിന്മകൾ മുഴുവനും, അത് ലഹരിയാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും കൊലപാതകമാണെങ്കിലും എന്തൊക്കെ ചെയ്തു കൂട്ടിയോ ആ തിന്മകളെ മുഴുവനും യുബദ്ദിലുല്ലാഹു സയ്യാത്തി ഹസനാത്ത്, ആ തിന്മകളെ മുഴുവനും അള്ളാഹു നന്മയാക്കി കൊടുക്കും. ഗവൺമെന്റ് പറയാണ്, കള്ള നോട്ടുകൾ കൊണ്ടുവന്നാൽ നല്ല നോട്ടാക്കി പുതിയത് അങ്ങോട്ട് തരാന്ന് പറഞ്ഞേക്കാളേറെ നമ്മളെ മേലായ റബ്ബ് പറയാണ്, തെറ്റുകളിൽ നിന്ന് ഇത്രയൊക്കെ എല്ലാം ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹം നന്നാകുകയാണെങ്കിൽ ആ ചെയ്തു പോയ ഹറാം പറപ്പുകളെ മുഴുവനും യുബദ്ദിലുള്ള അള്ളാഹു പകരം നൽകും. സയ്യാത്തിയും അയാൾക്ക് തിന്മക്ക് പകരം ഹസനാത്ത് നന്മ നൽകും. വക്കാനല്ലാഹു ഗഫൂർ റഹീമ. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. ഈ സന്ദേശം ഈ ജുമുഅ ഖുത്ബ കേൾക്കുന്ന നമ്മൾ, അതെ, ഇത്തരം ഒരാളെ പോയി കാണാൻ നമുക്ക് സാധിക്കണം. നമ്മളെ കുടുംബത്തിലോ നമ്മളെ ബന്ധത്തിലോ നമ്മളെ അയൽപക്കത്തോ ഉള്ള ഒരാളെ തോളിൽ കൈവച്ച്, സ്നേഹിത, ഇതാ മോചിതമാകണം. നിന്നെ ഓർത്ത് നിന്റെ മാതാപിതാക്കൾ കരയുന്നുണ്ട്, നിന്റെ ഭാര്യ കരയുന്നുണ്ട്, നിന്റെ മക്കൾ വിഷമിക്കുന്നുണ്ട്, നിന്റെ കുടുംബം പ്രശ്നത്തിലാണ്, അവർക്കൊക്കെ ടെൻഷനുണ്ട്. അതുകൊണ്ട് മോചിതമാകണം, അതിന് ദീനിയായി മാറണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ജുമുഅ ഖുത്ബ കേൾക്കുന്ന എല്ലാവർക്കും സാധ്യമാകണം. അള്ളാഹു അങ്ങനെ ഇതിന്ന് മോചിതമാക്കി. ഒട്ടേറെ അഡിഷൻ മൊബൈൽ മേലൊക്കെ വല്ലാതെ കളിച്ച് പ്രശ്നങ്ങളായി. അതേ, ആകെ അങ്ങനത്തെ ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പം ജനലും വാതിലുമൊക്കെ തകർത്ത് കൈകെട്ടിയിട്ടാണ് മൊബൈല് കണ്ടമാനം ഉപയോഗിച്ച കുട്ടിയെ കൊണ്ടുവരുന്നത്. അതേ, അത്രക്ക് പ്രശ്നമാണ്. കിട്ടാന്നാൽ അവൻ പെരുങ്കച്ചറ, പെരുമടി, ഇടി, വീട്ടിലൊക്കെ പ്രശ്നം, ഇങ്ങനെ എന്തൊക്കെ അഡിഷൻ. അതെ, പ്രേമത്തിലൊക്കെ പെട്ട മക്കൾ, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന, ചാടിപ്പോകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇവർക്കൊക്കെ ഏക പരിഹാരം ദീൻ പറഞ്ഞുകൊടുത്ത് പരലോകം ബോധ്യപ്പെടുത്തി റബ്ബിനെ പരിചയപ്പെടുത്തി, അങ്ങനെ ഇതാ മോചിതമായിട്ടില്ലെങ്കിൽ കഠിന ശിക്ഷയുണ്ട് എന്നുള്ള ആ താക്കീത് അവർക്ക് നൽകുന്നതോടുകൂടി അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അതിനുവേണ്ടിയുള്ള യത്നം നമുക്കെല്ലാവർക്കും നിർവഹിക്കാൻ സാധിക്കണം. ആ രംഗത്ത് നമ്മളെല്ലാവും വിധം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് സമാധാനം കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായി ഇത്തരം ആളുകളെ, ഇത്തരം പെട്ടുപോയവരെ മോചിതമാക്കുന്ന പ്രവർത്തനത്തിൽ നിരതമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് എന്നോടൊന്നപ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലഹരിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തുടക്കം ഞാൻ പലപ്പോഴും ഇതുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ചോദിക്കുമ്പോൾ, ആദ്യം തുടങ്ങിയത് എന്നാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഫസ്റ്റ് തുടക്കം സ്കൂളിൽ നിന്നിങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയമാണല്ലോ ഇപ്പോൾ, ആ യൂത്ത് ഫെസ്റ്റിവലിന്റെ അന്ന് കുട്ടികളോട് കൂടി അപ്പുറത്തേക്ക് പോയിട്ട് വലിച്ചതാണ്. വേറെ ചില ആളുകൾ പറയുന്നത്, കുട്ടികൾ പറയുന്നത് ടൂറിന്റെ അന്നാണ് തുടങ്ങിയത്. മറ്റു ചില കുട്ടികൾ തുടക്കം പറയുന്നത് ന്യൂ ഇയറിന്റെ അന്നാണ്. വേറെ ചില കുട്ടികൾ ഓണം, പെരുന്നാള്, ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം, വേണ്ടത്ര ശ്രദ്ധിക്കാൻ ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം, ഇതൊക്കെ കിട്ടിയപ്പോഴാണ് തുടങ്ങിയത്. വേറെ കുറെ ആളുകൾ ഒഴിവുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ എംസാൻഡൊക്കെ വരുമ്പോൾ മണൽ വാരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് രാവിലെ ഒരു 3 മണി 4 മണിക്ക് സുബഹിന്റെ മുമ്പ് ഇറങ്ങി ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേനും പണി കഴിഞ്ഞു. പിന്നെ ഒരു 500 രൂപ വീട്ടിൽ കൊടുത്താൽ ഒന്നും പറയില്ല. ബാക്കിയുള്ള ചീട്ട് കളിക്കാനും മാട്ടുമ്പലും മണലിലൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് അവസരം അവർക്കുണ്ടായ അന്നാണ് കൂടുതൽ. പിന്നെ ടാപ്പിങ്ങിന്റെ ആൾക്കാർ, അവർക്ക് 9 മണിക്ക് പാലെടുത്താൽ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് പിന്നെ ഒഴിവായി, വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഈ പണിയില്ലാത്തവർ, ഗൾഫിൽ നിന്ന് വന്നവർ 3-4 മാസം പിന്നെ ഫ്രീ ആണ്, ഒഴിവാണ്, കാരണം വേറെ പണിക്കും പെടുന്നു പോകില്ല. ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പെട്ടുപോകുന്നത്. അതിന്റെ തുടക്കം എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവലോ ഒരു ടൂറോ അങ്ങനെയുള്ള ഓരോന്നാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനും നമ്മളെ മക്കളെ നമ്മോട് ചേർത്ത് പിടിക്കാനും, നമ്മൾ അവരെ ടൂർ കൊണ്ടുപോകാനും, നമ്മൾ അവരെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരിക്കാനും പള്ളിക്ക് വരാനും സുബൈക്ക് നമ്മോട് കൂടെ നമ്മുടെ മക്കളുണ്ടാവാനും അങ്ങനെ നേരത്തെ ഉറങ്ങുന്ന നേരത്തെ ഉണരുന്ന വീടാവാനും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, ഇപ്പോൾ പ്രോഫ്കോൺ മംഗലാപുരത്ത് നടക്കുക. അവിടെ ശരിക്ക് ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങി നാളെയും മറ്റന്നാളുമായി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, അവർക്കായി ഇത്തരം ഒരുപാട് ലഹരിയിൽ നിന്ന് മോചിതമാക്കാൻ കഴിഞ്ഞ പ്രോഫ്കോണുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അഫയറിലും മൊബൈൽ അഡിഷനിലും മറ്റ് വൃത്തികളിലൊക്കെ പെട്ട് അങ്ങോട്ട് വളരെ അധപ്പതിച്ചു പോയ മക്കളെ അവരെ മോചിതമാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രോഫ്കോൺ. അതായത് ആ പ്രോഫ്കോണിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ജുമഅ കഴിഞ്ഞിട്ടും അതിനെ തുടർന്നുമൊക്കെ അങ്ങനെ അവിടേക്ക് എത്തിപ്പെടുമ്പോൾ അവർക്ക് കൃത്യമായി ദീനീ ബോധം നൽകി, അവർക്ക് ശരിക്ക് അവരുടെ ക്യാമ്പസും ജീവിതവും അതേപോലെ പരലോകവും പടച്ചോനൊക്കെ ബോധ്യപ്പെടുത്തി അവരെ മാറ്റാൻ, എല്ലാവിധ കെട്ടുകൊടുക്കുന്നു മോചിതമാക്കാൻ അതിൻ്റെ പ്രോഫ്കോണാണ് മംഗലാപുരത്ത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്, അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേക്കണം, പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷനൊക്കെ ഉണ്ട്. അതേപോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അവരൊക്കെ മാറി നേരെയാൽ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയറൊക്കെ മാറി. അങ്ങനത്തെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് മാറുമ്പം അവർ ഇതൊക്കെ മാറി പറഞ്ഞു കൊടുക്കുമ്പം ഒരു ഏൽസും ഐക്കല്ലും ഉറുക്കുമൊക്കെ കാണുമ്പം, പ്രത്യേകിച്ച് ചില ഡോക്ടർമാർ അവർ ഇതൊക്കെ കാണുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാർ, ഇപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു പെട്ടി നിറയെ ഐക്കല്ലും ഏൽസും. അപ്പൊ അവിടെ രോഗിയായി വരുന്ന ഈ കുട്ടികളെയും അവരുടെ കയ്യിൽ നിന്നും അവർ പറഞ്ഞു കൊടുത്ത് വമിൻ ഷെജി നഫാസാത്ത് ഫിൽ ഉഖദ്, കെട്ടിൽ മന്ത്രിച്ചൂതി കെട്ടാൻ പാടില്ല, മന്ത്രിച്ചൂതി ഊതി തടവാനാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ കെട്ടിയതൊക്കെ അഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടി നിറച്ച്, അതായത് നല്ല ജാറിൽ നിറച്ച് ഏൽസ് വൈക്കലും വെച്ച ഡോക്ടർ ഒക്കെ അയച്ച് അവരോട് വെപ്പിച്ച ഡോക്ടർ. അതെ, അങ്ങനത്തെവർ മാറാനുള്ളതാണ് പ്രോഫ്കോൺ. അവരൊക്കെ തൗഹീദ് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് അതിലേക്കുള്ള ഒരു കലക്ഷൻ ഇന്ന് നമ്മളെല്ലാവരും അകമഴിഞ്ഞ്
മംഗലാപുരത്ത് ഇറക്കുന്ന പോപ്കോണിന് വേണ്ടി നമ്മളൊക്കെ നൽകണമെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, ഇന്ന് മജ്ലിസുൽ ഇൽമ് ഇവിടെ വെച്ച് നമ്മുടെ ഉമർകോയ മദീനി ജിദ്ദയിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ഇന്ന് മഗ്‌രിബിന് ഇവിടെ നമ്മൾക്ക് പണ്ഡിതോചിതമായി നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാനും കുടുംബസമേതം വന്ന് കേൾക്കാനും സംശയ നിവാരണത്തിലുള്ള അവസരം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് മഗ്‌രിബിന് പറ്റാവുന്ന മുഴുവൻ ആളുകളും കുടുംബസമേതം വന്നുകൊണ്ട് ആ ക്ലാസ് കേൾക്കാനും അതിനുശേഷം നമുക്ക് സംശയ നിവാരണത്തിലുള്ള അവസരവും ഉപയോഗപ്പെടുത്തി ഇൽമ നേടാനുള്ള അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ഒരുപാട് ആളുകളെ ഈ ദീന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് തിന്മയിൽ നിന്ന് മോചിതമാക്കാൻ അള്ളാഹു നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരുമാറാകട്ടെ. ഇവിടെ ഈ ജുമാക്ക് കൂടിയ ഒരാളും ഒരു ഉള്ളി തിന്ന് പോലും പള്ളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റോ ഒരു ആൻസോ ഒരു രഹസ്യമായി ഒന്ന് പിന്നോട്ട് മാറി വെക്കുന്ന ഒരവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് അതിനൊക്കെ നിർത്തി റബ്ബ് കാണും. ഏത് മറയിലേക്കും ഏത് ബാത്റൂമിലേക്കും എവിടേക്ക് പോയാലും അവിടെയൊക്കെ ഇന്ന റബ്ബക്കൽ ബിൽ മിർസാദ് അള്ള പതിയിരുന്ന് വീക്ഷിക്കണമെന്നുള്ള ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വായിലേക്ക് വെക്കാൻ പറ്റാത്ത ഒന്നും എൻ്റെ വായിലേക്ക് ഞാൻ വെക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. എളിമയും താഴ്മയും വിനയവും ഭക്തിയും അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വേദനക്കും അള്ളാഹു പുണ്യം നൽകുമാറാകട്ടെ. മാരകമായ രോഗത്തു നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത്